തലമുറകൾ റിബല്ലിയസ് ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രൈസ് ദി ലോർഡ്, നിന്റെ തലമുറ ഒബീഡിയൻ്റ് ആകാൻ മറ്റൊന്നും വേണ്ട, ദൈവ ശബ്ദം കേൾക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. ഒരു വീടിന് ഒരാലയത്തിൻ്റെ അകത്ത് ആമേൻ 2 മക്കൾ ഒരുമിച്ച് പാപം ചെയ്യുമ്പോൾ ആലയത്തിനകത്ത് എന്ന ഒരുവൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. ഓ ജീസസ്, മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പെട്ടകത്തിന്റെ അരികിൽ കിടക്കാൻ ആരുമില്ലാതിരിക്കുമ്പോൾ, വചനം ദുർലഭമായിരിക്കുമ്പോൾ, അന്ന് ജീവിച്ചിരുന്ന മഹാമൻ ആത്മീയന്റെ കണ്ണ് മങ്ങിത്തുടങ്ങിയപ്പോൾ അതിനകത്തൊരു തലമുറ, നിന്റെ മകൻ, നിന്റെ മോന്, നിന്റെ മോള് ബിടെക് പാസ്സായോ നല്ല വിഷയം, നിന്റെ മോൻ MBBS പാസ്സായോ നല്ല വിഷയം, തലമുറ അവൻ കൈവിട്ടു പോകുന്ന സമയത്ത് ഈ കാലഘട്ടത്തിൽ വചനം കയ്യിലെടുക്കാൻ കൃപ പ്രാപിച്ച തലമുറ നിനക്കുണ്ടെങ്കിൽ അതാണ് ഭാഗ്യമെന്ന്. ഹല്ലേലൂയ. ആമേൻ. ആലയത്തിനകത്ത് അധർമ്മം ചെയ്യുന്ന തലമുറ, ആരാധിക്കുന്നവരുടെ ഇടയിൽ ആമേൻ വ്യഭിചാരം ചെയ്യുന്ന തലമുറ, പാപം ചെയ്യുന്ന തലമുറ, ആ തലമുറയുടെ ഇടയിൽ ആമേൻ ആമേൻ ദൈവത്തിന് സ്തോത്രം, പെട്ടകത്തോട് ചേർന്ന് കിടന്ന് ഒരുവൻ ദൈവശബ്ദം കേട്ടു. തലമുറകളുടെ അഡിക്ഷൻസ് മാറാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോണം. അഡിക്ഷൻസ് ആമേൻ ഇന്റർനെറ്റിന്, ആമേൻ ഫേസ്ബുക്കിന്, ആമേൻ ഇൻസ്റ്റഗ്രാമിന്, ടെലഗ്രാമിന് ഒക്കെ അടിമയായിരിക്കുന്ന തലമുറകളെ അതിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് പിടിച്ചു പുറത്തു കൊണ്ടുവരുന്നത് ആത്മാവിൽ ഞാൻ കാണുന്നുണ്ട്. പലപ്പോഴും മനുഷ്യന്റെ മുമ്പിൽ അഭിനയിച്ചു കാണിച്ചിരുന്ന തലമുറയുടെ നടുവിൽ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറയെ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറ, യേശുവിന്റെ നാമത്തെ ഉയർത്തുന്ന തലമുറ, ആത്മാക്കളെ നേടുന്ന തലമുറ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ, അഭിഷേകമുള്ളൊരു തലമുറ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനാൽ ഗൈഡ് ചെയ്യപ്പെടുന്നൊരു തലമുറ. ഹല്ലേലൂയ. എല്ലാം കൈവിട്ടു പോയിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. സ്തോത്രം. എല്ലാം കൈവിട്ടു പോയിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. കതിരെ കൊണ്ടുവന്ന് വളം വെച്ചിട്ട് കാര്യമില്ല. മൂട്ടിൽ വളമിടണം. വളർന്നു വരുമ്പോൾ വളമിടണം. സ്തോത്രം. വളർന്നിട്ട് പിന്നെ നൂർക്കാൻ നോക്കിയാൽ നടക്കില്ല. വളയുന്നതിന് മുമ്പ് നൂർത്തു വിടണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നിന്റെ തലമുറയെ വചനത്തിൽ വളർത്തിയെടുക്കണം. സ്തോത്രം പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. നിങ്ങൾ അവർക്ക് മാതൃകയാകണം.